ശരിക്കും നമ്മൾ മനുഷ്യരല്ല ജിന്നുകളെ പേടിക്കേണ്ടത്. ശരിക്കും ജിന്നുകൾ നമ്മളെയാണ് പേടിക്കുന്നത്. അത് പക്ഷേ നമുക്കറിയില്ല. ശരിക്കും ഇവർക്ക് മനുഷ്യരെല്ലാവരും പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് മനുഷ്യരാണ് ശക്തർ എന്നാണ്. കാരണം നമ്മുടെ ബുദ്ധിശക്തിയോ അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള കഴിവുകളോ സർഗാത്മകമായ എന്താ പറയുക കഴിവുകളൊന്നും ഇവർക്കില്ല. ഇവർക്ക് ശരിക്കും എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ സ്വാഭാവികമായിട്ടുള്ള സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അവർക്കുള്ള ചില കഴിവുകളുണ്ട്. അത് പക്ഷേ നമുക്ക് ഈ പറയുന്നത് പോലെ ചില ജന്തുക്കൾക്ക് നമ്മളിതിനെക്കാട്ടിയും ശക്തിയുണ്ട്, അശക്തരായിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെയുള്ളൂ. അല്ലാതെ നമ്മളിതിനെക്കാട്ടി ഇവർക്ക് വലിയ ശക്തിയോ അങ്ങനെ നമ്മളെ നശിപ്പിക്കാനുള്ള വലിയ തീരുമാനങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ശരിക്കും അവരെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ പിന്നെന്താ പറയുക, പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ കയറി ജിന്ന് കയറി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സാധനത്തിനും ഓരോ വീക്ക്നെസ് ഉണ്ട്, ദൗർബല്യങ്ങളുണ്ട്. ഈ ദൗർബല്യം എപ്പോഴാണോ നമ്മളിൽ കൂടി വരുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് അത് കയറാൻ പറ്റും. അതിപ്പോൾ മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ശത്രു ഉണ്ട്, നമ്മൾ ദൗർബല്യം നോക്കുന്നത്, എന്നിട്ട് അവിടെ നോക്കിയിട്ടാണ് അവർ വെടിവെക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കോമ്പിറ്റൻ്റ് ആവുക എന്നുള്ളത്, ഈ കോമ്പിറ്റൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ട് കോമ്പിറ്റൻ്റ് ആവുക എന്നുള്ളത്. നമ്മളെപ്പോഴും അതിനെ മറികടക്കാൻ നമ്മുടെ ദൗർബല്യം, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ഭയം, നമ്മുടെ ക്ഷീണാവസ്ഥ, അത് ശാരീരികമാവട്ടെ ആത്മീയമാവട്ടെ, എവിടെ നമുക്ക് അവിടെ ക്ഷീണം പറ്റുന്നു അവിടെ ഇവർ കയറും. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും നമ്മൾ മറ്റുള്ളവരോട് കോമ്പിറ്റൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ട് നമ്മൾ ഔന്നിത്യം നേടിക്കൊണ്ടിരുന്ന നമ്മൾ ഒരു മനുഷ്യനും പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അവർ നമ്മളെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്.